നിലമ്പൂർ യാത്രക്കാരുടെ രാത്രിയാത്രാ പ്രശ്നത്തിന് പച്ചക്കുടി. യാത്രക്കാരുമായി എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു ഷൊർണൂരിൽ നിന്നും കുതിച്ചു തുടങ്ങി. ഉത്സവാന്തരീക്ഷത്തിൽ ആദ്യ സർവീസിന് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ആശ്വാസമായാണ് പുതിയ മെമു സർവീസ് ആരംഭിച്ചത്. ഇനി മുതൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ ആശ്രയിക്കാതെ മെമുവിൽ പോകാമെന്നതാണ് ഏറെ ആശ്വാസകരം. 8:35 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന കന്നി സർവീസ് രാത്രി 10:05 നിലമ്പൂരിലെത്തും. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന മടക്ക സർവീസ് 4:55 ഷൊർണൂരിലെത്തും. മടക്കയാത്രയിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ. മെമുവിന്റെ കന്നിയാത്രയ്ക്ക് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പച്ചക്കൊടി വീശി. MP VK ശ്രീകണ്ഠൻ, MLA P മമ്മിക്കുട്ടി, നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരുമടക്കം നിരവധി ആളുകളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മെമുവിന്റെ കന്നിയാത്രയ്ക്ക് എത്തിയത്. രാത്രി പുതിയ ട്രെയിൻ ആരംഭിച്ച പശ്ചാത്തലത്തിൽ നിലവിൽ രാത്രി 8:15 സർവീസ് നടത്തിയിരുന്ന ഷൊർണൂർ നിലമ്പൂർ റോഡ് ട്രെയിനിന്റെ സമയക്രമം 1 മണിക്കൂർ നേരത്തെയാക്കിയിട്ടുമുണ്ട്. അതേസമയം മെമു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിലെ സമയം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് പ്രയാസകരമാകും. ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ 9:15 വന്ദേ ഭാരതിന് കണക്ഷൻ ലഭിക്കും. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗളൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയ്ക്കും കണക്ഷൻ ഉറപ്പിക്കാം. പുതിയ മെമുവിന് തൊടികപ്പുലം, തുവ്വൂർ, വാടാനംകുറിശി എന്നിവിടങ്ങളിൽ കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമുണ്ട്. ഷൊർണൂർ മെമു വണ്ടി നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന് നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൗൺസിലും ട്രെയിൻ ടൈം കൂട്ടായ്മയും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചേഴ്സ് അസോസിയേഷനും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനമെടുത്തത്. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.